ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് സാധാ മസാല ദോശ അല്ലട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, മൈസൂർ സ്പെഷ്യൽ മസാല ദോശയാണ്. അപ്പോൾ മൈസൂർ മസാല ദോശ ഇതുപോലെയാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്, ടേസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ മൈസൂർക്ക് ട്രിപ്പ് പോയപ്പോൾ സ്ട്രീറ്റ് ഫുഡായിട്ട് കഴിച്ചതാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ 2-3 തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി അല്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ, സാധാ മുളകാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനിതാ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം, സ്കിപ്പായി പോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മസാല റെഡി ആട്ടോ. ഈ മല്ലിയിലയുടെ ഫ്ലേവർ എന്തായാലും വേണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദോശയിൽ പല വെറൈറ്റീസും ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്, നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. ഈ നെയ്യുടെയും ഈ ഒരു ചട്നിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ ചട്നി നന്നായിട്ട് ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ മസാല ദോശ റെഡി കേട്ടോ. ഇന്ന് നമുക്കൊന്ന് മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.